പെറുവിലെ കൊടുമുടി കീഴടക്കാൻ പോയി ഇതിനിടയിൽ സംഭവിച്ച മഞ്ഞുവീഴ്ചയിൽ അപ്രത്യക്ഷനായ പർവ്വതാരോഹന്റെ മൃതദേഹം ഇപ്പോഴിതാ നീണ്ട 22 വർഷങ്ങൾക്ക് പിന്നാലെ ഒരു കേടുപാടുമില്ലാതെ പെറുവിൽ കണ്ടെത്തിയ വളരെ വിചിത്രമായ വാർത്തകൾ പുറത്തുവരികയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പർവ്വത പ്രദേശത്തെ മഞ്ഞുരുകിയപ്പോഴാണ് ഇപ്പോൾ അമേരിക്കൻ പർവ്വതാരോഹനായ വില്യം സ്റ്റാംഫ്ലിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം അതിശൈത്യത്തിൽ മമ്മിയാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് വിവരങ്ങൾ. അതായത് 2009 ജൂണിലാണ് 59 വയസ്സുള്ള വില്യമിനെ ഹിമപാതത്തിൽ കാണാതാകുന്നത്. 22,000 അടി ഉയരമുള്ള ഹുവാസ്കരൻ പർവ്വതം കയറുന്നതിനിടെയാണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത്. തുടർന്ന് വില്യമിനായി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. 22 വർഷങ്ങൾക്കിപ്പുറം ആൻഡീസ് പർവ്വതനിരയിലെ കോർഡില്ലോറ ബ്ലാങ്ക് മേഖലയിൽ മഞ്ഞുരുകിയപ്പോഴാണ് വില്യമിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് 6700 മീറ്ററിലധികം ഉയരമുള്ള ഹുവാസ്കരൻ പർവ്വതത്തിൽ 2002 ജൂണിലാണ് 59 വയസ്സുള്ള വില്യം സ്റ്റാംഫ്ലിനെ കാണാതാകുന്നത്. ഒരു ഹിമപാതം വന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ക്ലൈംബിംഗ് പാർട്ടിയെ മൂടുകയായിരുന്നു. തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഫലവത്തായില്ല. ആൻഡീസിലെ കോർഡില്ലോറ ബ്ലാങ്ക് റേഞ്ചിൽ ഉരുകിയ മഞ്ഞുവീഴ്ചയിലൂടെയാണ് അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒടുവിൽ വെളിപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് വിതരണം ചെയ്ത ചിത്രങ്ങൾ അനുസരിച്ച് സ്റ്റാംഫലിന്റെ ശരീരവും വസ്ത്രങ്ങളും ഹാർനസും ബൂട്ടുകളുമൊക്കെ തണുപ്പിൽ നന്നായി സംരക്ഷിക്കപ്പെടുകയായിരുന്നു. അവശിഷ്ടങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പാസ്പോർട്ടാണ് അയാളെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത്. വടക്ക് കിഴക്കൻ പെറുവിലെ പർവ്വതനിരകൾ, ഹുവാസ്കരൻ കാഷൻ തുടങ്ങി മഞ്ഞുമലകളുടെ ആവാസ കേന്ദ്രം ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹർക്ക് പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. അതേസമയം മെയ് മാസത്തിൽ കാണാതായ ഒരു ഇസ്രായേലി കാൽനട യാത്രക്കാരന്റെ മൃതദേഹവും ഇവിടെ കണ്ടെത്തി. കഴിഞ്ഞ മാസം തന്നെ പരിചയസമ്പന്നനായ ഒരു ഇറ്റാലിയൻ പർവ്വതാരോഹൻ മറ്റൊരു ആൻഡിയൻ കൊടുമുടി കയറാനുള്ള ശ്രമത്തിനിടെ വീണ് മരണപ്പെട്ടിരുന്നു. ഇയാളുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു. അത്തരത്തിലാണ് 22 വർഷങ്ങൾ കഴിഞ്ഞതിന് പിന്നാലെ മൃതദേഹത്തിന് ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ബൂട്ടുകളും അടക്കം തണുപ്പിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. മൃതദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്നും പാസ്പോർട്ട് കിട്ടിയത് കാരണത്താലാണ് അദ്ദേഹത്തെ തിരിച്ചറിയാൻ തന്നെ സഹായമായതെന്നാണ് പോലീസ് പറയുന്നത്. അതായത് വടക്ക് കിഴക്കൻ പെറുവിലെ പർവ്വതനിരകൾ ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ എവറസ്റ്റ് കൊടുമുടിയിൽ ട്രാഫിക് ജാം ആണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് എവറസ്റ്റ് കയറാൻ പർവ്വതാരോഹരുടെ നീണ്ട നിര കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. മെയ് 20 ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എവറസ്റ്റിൽ പർവ്വതാരോഹരുടെ നീണ്ട നിര തന്നെ കാണാം. എവറസ്റ്റ് കൊടുമുടിയിലെ ട്രാഫിക് ജാം എന്ന പേരിൽ വീഡിയോ പിന്നീട് വൈറലാവുകയായിരുന്നു. എവറസ്റ്റിലെ തിരക്കിൽ പല പരിസ്ഥിതി പ്രവർത്തകരും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം സോഷ്യൽ മീഡിയയിൽ നിരവധി ഉപയോക്താക്കൾ ട്രാഫിക് ജാം എന്നാണ് എവറസ്റ്റിലെ തിരക്കിനെ വിശേഷിപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിലെ തിരക്ക് കാണിക്കുന്ന നിരവധി വീഡിയോകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എവറസ്റ്റ് കീഴടക്കുന്നത് തമാശയല്ലെന്നും അത് വളരെ ഗൗരവമുള്ള കയറ്റമാണെന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അതിനാൽ തന്നെ നിരവധി പരിസ്ഥിതി പ്രവർത്തകരും പർവ്വതാരോഹരും എവറസ്റ്റിലെ തിരക്കിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ഈ സീസണിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ മലകയറ്റത്തിന് ജനപ്രീതി കുറഞ്ഞിട്ടില്ല എന്നുമാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.